തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 21-ാം വാക്യം. ശമരിയിൽ വെച്ച് പരിശുദ്ധാത്മദാനം പണത്തിന് വാങ്ങുവാൻ വന്ന ശീമോൻ എന്നയാളിനെ ശാസിച്ചുകൊണ്ട് പത്രോസ് പറയുന്ന വാക്കുകളാണിത്. ആദിമ സഭയിലെ ശമ്മാശന്മാരുടെ ഗണത്തിലെ രണ്ടാമനായ ഫിലിപ്പോസിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ സംക്ഷിപ്ത വിവരണമാണ് 8-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം മുഴുവൻ. ഫിലിപ്പോസ് ശമരിയിലാണ് തന്റെ സുവിശേഷ വേല നിർവഹിച്ചത്. ശമരിയ പ്രദേശം യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ പുറജാതികളും താഴ്ന്ന യഹൂദജാതികളും തമ്മിലുണ്ടായ സങ്കര വർഗക്കാർ പാർക്കുന്ന ഒരു അധകൃത പ്രദേശമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു അവരെ യഹൂദരേക്കാൾ ശ്രേഷ്ഠരായി പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. നല്ല ശമരിയാക്കാരന്റെ ഉപമയിലും ശമരിയാക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണ വിവരണത്തിലും സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ശമരിയാക്കാരെ നശിപ്പിക്കണം എന്ന് പറഞ്ഞ് യാക്കോബിനെയും യോഹന്നാനെയും കർത്താവ് ശാസിക്കുന്നതും എല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ക്രിസ്തുവിന്റെ പ്രത്യേക പരിഗണന ആ ദേശക്കാർക്കുണ്ടായിരുന്നതിനാലും ക്രിസ്തുവിന്റെ അതേ ആത്മാവിൽ നിറഞ്ഞ് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിച്ചതിനാലും ആയിരിക്കണം ഫിലിപ്പോസ് തന്റെ സുവിശേഷ വേലയ്ക്കായി ഈ ശമരിയ ദേശം തിരഞ്ഞെടുത്തത്. ഇവിടെ ശീമോൻ എന്ന വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ശമരിയക്കാർ ഇയാളെ മഹാൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇയാൾ വലിയ ദൈവശക്തിയുള്ള മനുഷ്യനെന്ന് സ്വയം അഭിമാനിക്കുകയും ആ ദേശക്കാർ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ആഭിചാര കർമ്മങ്ങളും അന്ധവിശ്വാസ ആചാരങ്ങളും അനുഷ്ഠിച്ച് ഇയാൾ ജനത്തിന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളായിരുന്നു. ഫിലിപ്പോസിന്റെ പ്രസംഗം കേട്ട് ഇയാളും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ഫിലിപ്പോസിനോട് ചേർന്ന് നിൽക്കുകയും ആരാധനാ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും ചെയ്തു വന്നു. ഫിലിപ്പോസ് അവിടെ അനേകരെ സ്നാനപ്പെടുത്തിയെങ്കിലും ശമ്മാശനാകിയാൽ ആത്മാഭിഷേകം നടത്തുവാൻ അധികാരമില്ലായിരുന്നു. ആകയാൽ പത്രോസും യോഹന്നാനും അവിടെ എത്തി സ്നാനമേറ്റവർക്കെല്ലാം കൈവപ്പ് നൽകി. അവരുടെ കൈവപ്പ് ലഭിച്ചവർ പരിശുദ്ധാത്മാവ് നിറയുന്നത് കണ്ടപ്പോൾ ശീമോനും ഇതുപോലെ ജനത്തിന് കൈവപ്പ് നൽകുവാൻ മോഹമുദിച്ചു. അവൻ പണം കൊടുത്ത് ആ ശക്തി വാങ്ങുവാൻ പത്രോസിന്റെ അടുക്കൽ വന്നു. അയാൾ കുറെ പണവുമായി പത്രോസിന്റെ അടുക്കൽ വന്നിട്ട്, ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് അവനെ ശാസിച്ച് ശപിക്കുന്നു. തുടർന്ന് പത്രോസ് അവനോട് പറയുകയാണ്, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. ആദിമസഭയുടെ വളർച്ചയിൽ നേതൃരംഗത്ത് നിന്ന് നയിച്ച വിശുദ്ധ പത്രോസ്ലീഹയുടെ ഉറച്ച നിലപാടുകൾ നിർണായകമായ സ്വാധീനം സഭയുടെ വളർച്ചയിൽ ചെലുത്തിയിരുന്നു എന്നൊരു ഉദാഹരണമാണ് ഈ സംഭവം. ഈ സംഭവം 4 സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നു. ഒന്ന്, ആത്മീയ ദാനങ്ങൾ പണത്തിന് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യരുത്. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അപ്പോസ്തോലിക കൈവപ്പുകൾക്ക് പണം വാരിക്കോരി നൽകിയ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനാകമാനം അപമാനം വരുത്തിയത് ഓർക്കുന്നു. ചില സഭകളിൽ ഈ ദുഷിച്ച കീഴ്വഴക്കം രഹസ്യമായി ഇന്നും തുടരുന്നു എന്നത് പരസ്യമായ സംസാര വിഷയമാണ്. ആത്മീയ ദാനങ്ങൾ ഉയരത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. അത് ഉയരത്തിൽ നിന്ന് തന്നെ നേടുവാൻ പരിശ്രമിക്കണം എന്നത് ഈ ഭാഗം നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്. 2, ആത്മീയ മേഖലയെ കച്ചവട താല്പര്യത്തോടുകൂടി വികലമാക്കരുത്. ഇന്ന് ആത്മീയ മേഖലയെ മുഴുവൻ കച്ചവട താല്പര്യങ്ങൾ വിഴുങ്ങിയിരിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ദേവാലയങ്ങളുടെ നിലനിൽപ്പിനും സഭയുടെ കെട്ടുറപ്പിനും പണം ആവശ്യമാണ്. എന്നാൽ ആത്മീയതയുടെ പേരിൽ ലഭിക്കുന്ന പണം ഭൗതിക വികസനങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വകമാറ്റി വിനിയോഗിക്കുന്നത് അവിശ്വസ്തമായ കാര്യവിചാരകത്വമാണ്. ജീവകാരുണ്യത്തിൻ്റെയും ആതുര സേവനങ്ങളുടെയും ഒക്കെ മറവിൽ പണം ഇന്ന് സഭകളെ കളങ്കപ്പെടുത്തുന്നില്ലേ എന്ന് ചിന്തിക്കണം. 3, പരിശുദ്ധാത്മാവിനെ സ്വന്തം വരുതിയിൽ നിർത്തി സമൂഹത്തിൽ പ്രശസ്തരാകാമെന്ന ചിന്ത അപകടകരമാണ്. ഇന്ന് പല സഭാ നേതാക്കന്മാരും പരിശുദ്ധാത്മാവിന്റെ പേര് പറഞ്ഞ് സ്വന്തമായി പ്രവചനവും രോഗസൗഖ്യവും ആത്മദാന ശുശ്രൂഷയും ഒക്കെ നടത്തുന്നുണ്ട്. ആത്മാവ് ലഭിക്കാത്തവൻ ആത്മാവ് ലഭിച്ചവനെ പോലെ അഭിനയിക്കുന്നു. പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ആത്മാവിൽ പരിശുദ്ധാത്മാവുമായി ഒന്നായി ചേർന്ന് നടത്തേണ്ട പല ശുശ്രൂഷകളും അലക്ഷ്യമായും അലംഭാവത്തോടെയും ചെയ്യുമ്പോൾ അത് ദൈവമുമ്പാകെ ശിക്ഷാർഹമാണ് എന്ന് അറിഞ്ഞിരിക്കണം. പേരും പ്രശസ്തിയും അംഗീകാരവും പ്രതീക്ഷിച്ച് പരിശുദ്ധാത്മാവിന്റെ സ്നേഹിതനായി അഭിനയിക്കരുത്. 4, ദൈവം ഓരോ മനുഷ്യന്റെ ഹൃദയം പരിശോധിക്കുന്നവനാണ്. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല എന്ന് പത്രോസ് ശീമോനോട് പറയുന്നു.
ഏത് പ്രവൃത്തിയുടെയും പിന്നിലെ ഹൃദയ നൈർമല്യവും ആത്മവിശുദ്ധിയുമാണ് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുക. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് 1 ശമൂവേൽ 16:7 ദാവീദിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശമൂവേൽ പ്രവാചകൻ പറയുന്നുണ്ട്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നാണല്ലോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-8 വാക്യത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പ്രഖ്യാപിക്കുന്നത്. ആകയാൽ ആത്മീയ മേഖലയെ കളങ്കപ്പെടുത്താതെ ആത്മീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ആത്മീയ മേഖലയെ കളങ്കപ്പെടുത്തുന്നുവെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞിരുന്ന് യഥാർത്ഥ ആത്മീയന്മാരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.